നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി MB രാജേഷ്. രാജ്യത്ത് BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ തിരഞ്ഞെടുപ്പ് പോലും ഓർമ്മയായി മാറും. ഒറ്റപ്പാലത്ത് കോഫി വിത്ത് മിനിസ്റ്റർ. ലാഭവിഹിതം സർക്കാരിന് നൽകുന്ന സ്ഥാപനങ്ങളിലെ സാമ്പത്തിക വകമാറ്റൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ അപകടത്തിലാക്കുമെന്ന് KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ P. സരിൻ. LDF സർക്കാർ കടം വാങ്ങി ദൂർത്തടിക്കുന്നു. പാലക്കാട്ട് KSFE ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് തിരുവില്ലാമല സ്വദേശി 26 വയസ്സുള്ള നിതിൻ. അപകടം സേലം സോളാർപേട്ട സ്റ്റേഷന് സമീപം. വാളയാറിൽ അനധികൃതമായി കടത്തിയ 42 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശികളായ 2 പേർ പിടിയിൽ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശ്ശൂരിലേക്ക്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. വിശ്വപ്രസിദ്ധമായ പൂരം ഏപ്രിൽ 19-ന്. പൊൻകണിയും കൈനീട്ടവുമായി നാളെ വിഷു. നാട് ആഘോഷ നിറവിൽ. വിഷു തലേന്ന് വിപണിയിൽ ദൃശ്യമായത് അഭൂതപൂർവമായ തിരക്ക്. കേരളത്തിന്റെ കാർഷിക ചക്രം ചലിച്ചു തുടങ്ങുന്നത് വിഷു ആഘോഷത്തോടെ. വാർത്തകൾ വിശദമായി. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി MB രാജേഷ്. ഒറ്റപ്പാലത്ത് കോഫി വിത്ത് മിനിസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇനിയും BJP അധികാരത്തിൽ വന്നാൽ തിരഞ്ഞെടുപ്പ് പോലും ഓർമ്മയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. ഫാസിസത്തിനെതിരെ ജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്നും മന്ത്രി MB രാജേഷ് ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ടിന് ശേഷം 17 പൊതുതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇതാദ്യമായി ചോദ്യം മാറിയിരിക്കുന്നു. ഏത് ഗവൺമെന്റ് വേണമെന്നതല്ല, ഏത് ഇന്ത്യ വേണം എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഭരണഘടന വിഭാവനം ചെയ്ത ഒരു റിപ്പബ്ലിക് അവശേഷിക്കണോ, അതോ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റായി, ഒരു മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറണം? അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. ആ അർത്ഥത്തിൽ നോക്കിയാൽ ജൂൺ 4 ഇന്ത്യയുടെ വിധി തീരുമാനിക്കുന്ന ദിവസമാണ്. ഇന്ത്യയുടെ ഭാവിയും ഗതിയും തീരുമാനിക്കുന്ന ദിവസമാണ്. ഒപ്പം കേരളത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരിക്കും ജൂൺ 4 റിസൾട്ട് വരുന്ന ദിവസം. ഏത് സ്ഥാനാർത്ഥി ജയിച്ചു, ആരധികാരത്തിൽ വരുന്നു എന്നുള്ളതല്ല, അതിനപ്പുറമാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ചുപേരെങ്കിലും ധ്രുവ് റാത്തിയുടെ വീഡിയോകൾ കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ധ്രുവ് റാത്തിയുടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോ യാത്രക്കിടയിൽ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ K. പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേഷ്, K. രാമദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലാഭവിഹിതം സർക്കാരിന് നൽകുന്ന സ്ഥാപനങ്ങളിലെ സാമ്പത്തിക വകമാറ്റൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ അപകടത്തിലാക്കുമെന്ന് KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ P. സരിൻ. പാലക്കാട് KSFE ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു P. സരിൻ. സംസ്ഥാന സർക്കാർ ധനകാര്യ സ്ഥാപനമായ KSFEയെ ദൂർത്തടിച്ച് ചൂഷണം ചെയ്യുകയാണെന്ന് K. സരിൻ ആരോപിച്ചു. അമിത ധൂർത്താണ് കേരളത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കടമെടുക്കുന്ന തുകയും LDF സർക്കാർ ധൂർത്തടിക്കുകയാണ്. KEB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ കോടികളുടെ കടത്തിലാണെന്നും സരിൻ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന ഇടപെടൽ, അത് കാലങ്ങളായി നമ്മൾ എന്ത് ഇടപെടലാണോ നടത്തിയത് അത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. പുതിയൊരു ഇടപെടലിന് വേണ്ടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടം ഒരു വെല്ലുവിളിയായി നിങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തുന്നത്. ആ വെല്ലുവിളി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ മഹിളാ പ്രതിനിധികളായിട്ടുള്ളവരുണ്ട്, ചെറുപ്പക്കാരുടെ പ്രതിനിധികളുണ്ട്, മുതിർന്ന ഓഫീസേഴ്സായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. അപ്പം അതെന്താണ് ആ വെല്ലുവിളി എന്ന് സ്വയം തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി, ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നുള്ള സംഘടനയ്ക്ക് വേണ്ടി
ഈ KSFE എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് നിങ്ങൾ നിഷേധത്തിനെതിരെ പോരാടേണ്ടത് എന്നുള്ളത് ഒരു വശം മാത്രമാണ് നിങ്ങളുടെ സംഘടനാ ബോധത്തിന്റെ. മറ്റൊരു വശം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് KSFEയിൽ നടക്കുന്ന കെടുകാര്യസ്ഥത എന്തൊക്കെയാണ് എന്നും അതിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബുദ്ധിമുട്ട് തിരിച്ചെത്തുക ജനങ്ങളുടെ സേവനങ്ങൾ കൊടുക്കുന്നതിലേക്ക് തന്നെയാണ്. ആ കാര്യങ്ങൾ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി KSFE എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് നടക്കുന്ന അധികാര ദുർവിനിയോഗത്തിനും അതുപോലെ തന്നെ താൻ പോരിമയ്ക്കുമെതിരെയൊക്കെ എങ്ങനെയാണ് അത് കസ്റ്റമേഴ്സിനെ ബാധിക്കുന്നത് എന്നുള്ള വിശദീകരണങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സംഘടനാ ബോധത്തിന്റെ രണ്ടാമത്തെ വശം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. വിജയൻ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ്, PN സുരേഷ്, NA മൻസൂർ, A. ഹരിദാസ്, നസീമ, സുനിൽ മാത്തൂർ, B. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശ്ശൂരിലേക്ക്. പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടന്നു. തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രങ്ങളിൽ ഒന്നായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടന്നത്. രാവിലെയായിരുന്നു ഇവിടെ കൊടിയേറ്റ്. തുടർന്ന് തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. 11:30 തിരുവമ്പാടിയിൽ തട്ടകക്കാർ ചേർന്ന് കൊടിമരമുയർത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ പാറമേക്കാവിലും പൂരം കൊടിയേറി. പൂരം കൊടിയേറിയതോടെ തൃശൂർ നഗരം പൂർണ്ണമായും പൂരാവേശത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പതിനേഴിന് വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ട്രെയിനിൽ നിന്ന് പാളത്തിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. തിരുവില്ലാമല മല്ലേശമംഗലം കോട്ടാട്ടുകുന്ന് വിജയകുമാരൻ്റെയും സരോജിനയുടെയും മകൻ 26 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. സേലം സോളാർപേട്ട സ്റ്റേഷന് സമീപം വെള്ളിയാഴ്ച രാത്രി 8:30 അപകടം. വിഷുവിനോടനുബന്ധിച്ച് ബംഗളൂരിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രെയിനിൽ നിന്നും വീണ സുഹൃത്ത് ലക്കിടി സ്വദേശി രഞ്ജിത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിതിൻ ട്രെയിനിൽ നിന്ന് പാളത്തിലേക്ക് തെറിച്ചു വീഴുന്നത്. അപകടമുണ്ടായ ഉടനെ യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. റെയിൽവേ പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ശനിയാഴ്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബംഗളൂരുവിൽ ജോലി ചെയ്തു വരുന്ന നിതിൻ സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിലേക്ക് വരികയായിരുന്നു. ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് രഞ്ജിത്തിനെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാളയാറിൽ അനധികൃതമായി കടത്തിയ 42 ലക്ഷം രൂപയുമായി 2 പേർ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശിയും നിലവിൽ കൊപ്പത്തും പുലാമന്തോളിലും താമസക്കാരുമായ രഞ്ജിത്ത്, വിജയകുമാർ എന്നിവരാണ് പിടിയിലായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും വാളയാർ, വടക്കഞ്ചേരി, പാലക്കാട് ട്രാഫിക് പോലീസ് സംഘവും വാളയാർ സംസ്ഥാന അതിർത്തിയിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പിടികൂടിയത്. ബൈക്കിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലാണ് 42 ലക്ഷം രൂപ കണ്ടെടുത്തത്. മഹാരാഷ്ട്ര സ്വദേശികളും നിലവിൽ പുലാമന്തോളിലും കൊപ്പത്തും താമസക്കാരുമായ
വിജയകുമാർ, രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. അനധികൃത പണക്കടത്ത് തടയാൻ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ കർശന പരിശോധനയാണ് നടത്തുന്നത്. കോയമ്പത്തൂരിൽ നിന്നും പുലാമന്തോളിലേക്കാണ് പണം കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വാളയാർ സബ് ഇൻസ്പെക്ടർ റമിൻ, ഡ്രൈവർ CPO ഷാമോൻ, വടക്കഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജീഷ്മോൻ വർഗീസ്, ഹോംഗാർഡ് മാത്യു, പാലക്കാട് ട്രാഫിക് SI സതീഷ് ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, വിനീഷ്, മുഹമ്മദ് ഷനോസ്, അനീസ്, ഹേമാംബിക പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശിവചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തി പണം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തരൂർ നിയോജകമണ്ഡലം തല തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നു. പ്രചരണ യോഗം KPCC മീഡിയ സെൽ കൺവീനർ ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തരൂർ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ചൂലന്നൂരിൽ നിന്നാണ് തുടക്കമായത്. ചൂലന്നൂരിലെത്തിയ രമ്യ ഹരിദാസിനെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സ്വീകരിക്കാനെത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. ബാലൻ, KDP സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് വേലായുധൻ, പെരിങ്ങോട്ടുകുറിശ്ശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചൂലന്നൂർ സുരേഷ്, മുസ്ലിം ലീഗ് ഭാരവാഹി മരക്കാർ ഹാജി, തരൂർ മണ്ഡലം UDF ചെയർമാൻ മനോജ് എന്നിവർ സംസാരിച്ചു. നമ്മളുടെ MP കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലും ഈ ലോക്സഭയിലും ജനങ്ങൾക്ക് സുപരിചിതയായി മാറിക്കൊണ്ട് അവർക്കിടയിൽ നിലനിന്നതുകൊണ്ട് തന്നെ പര്യടനം എന്നുള്ളതിനും അപ്പുറം നേരത്തെ പോസ്റ്ററിൽ എഴുതിയതുപോലെ ഇത് വെറും വാക്ക് നൽകുന്നതല്ല, പകരം കഴിഞ്ഞ 5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് എന്നുള്ളത് പോലെ രമ്യ എന്ന് പറയുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ ഇന്ന് ഒന്നുകൂടി എത്തിക്കുകയാണ്. സ്വീകരണത്തിന് സ്ഥാനാർത്ഥി നന്ദി അറിയിച്ചു. തുടർന്ന് പെരിങ്ങോട്ടുകുറിശ്ശി, കോട്ടായി, കുത്തന്നൂർ, തരൂർ, കാവശ്ശേരി, കണ്ണമ്പ്ര എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം പ്രചരണത്തിന് വടക്കഞ്ചേരിയിൽ സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗ്രാമീണതയുടെ വെളിച്ചവും സുഗന്ധവും മമതയും ഇത്തിരി കൊന്നപ്പൂവുമായി വീണ്ടും ഒരു വിഷു. പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ആഹ്ലാദത്തിൻ്റെയും തിരുവുത്സവമാണ് മലയാളിക്ക് വിഷു. വിഷു തലേന്ന് വിപണിയിലുണ്ടായ സജീവത ആഘോഷത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. മലയാളക്കരയുടെ കാർഷിക വർഷാരംഭമാണ് വിഷു. കണി കണ്ടും പടക്കം പൊട്ടിച്ചും അവസാനിപ്പിക്കുന്ന കേവലമായ ഒരാഘോഷമല്ലത്. കാർഷിക പാരമ്പര്യത്തിൻ്റെ സമ്പന്നതയിൽ നെയ്ത ഒരു ഉത്സവപ്പട്ട്, ഒരു വർഷത്തിൻ്റെ പ്രതീക്ഷകൾ. പൊൻകണി കണ്ടുണരാൻ തയ്യാറെടുക്കുന്ന മലയാളി വിഷുത്തലേന്ന് വിപണിയിൽ സൃഷ്ടിച്ച സജീവത ആഘോഷത്തിന് കൽപ്പിക്കപ്പെടുന്ന പ്രാധാന്യത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു. പാലക്കാട് നഗരം മുതൽ വള്ളുവനാട്ടിലെ ചെറുഗ്രാമങ്ങളിൽ വരെ വിപണി മേടപ്പൊന്നണിഞ്ഞു. കണിയൊരുക്കുന്നതിനുള്ള വിഭവങ്ങൾ സമാഹരിച്ചും വർണ്ണപ്പടക്കങ്ങൾ കൊണ്ട് ആഘോഷത്തെ അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങളുമായും വിഷുത്തലേന്നിൻ്റെ ഒഴിവുദിനത്തെ ഓണം വേളയിലെ ഉത്രാടപ്പാച്ചിലിന് സമാനമാക്കി മലയാളികൾ പ്രിയ ആഘോഷവേളയുടെ വിപണിയെ ഉണർത്തി. വിഷു ആഘോഷം പലയിടത്തും പലതരത്തിലാണെങ്കിലും അതൊരു വികാരമാണ്. വിത്തും കൈക്കോട്ടുമായെത്തുന്ന വിഷുപക്ഷിയുടെ ഗൃഹാതുരത, ചാൽകീറി വിത്തിടുന്ന കർഷകൻ്റെ പ്രത്യാശ, നിലയ്ക്കാത്ത ഹരിതവും സമൃദ്ധിയും സ്വപ്നം കാണുന്ന ഒരു സമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദനം. രാവു പുലരുമ്പോൾ പൊൻകണിയാണ്. വെള്ളരിയും ചക്കയും വാൽക്കണ്ണാടിയും പഴങ്ങളും ഇത്തിരി കൊന്നപ്പൂവുമെല്ലാം ഒരോട്ടുരുളിയിൽ പുഞ്ചിരിക്കുന്ന കണി. വർണ്ണങ്ങളുടെയും ശബ്ദങ്ങളുടെയും രാവും പുലരിയും. വേനൽ പ്രഭാതത്തിൽ വിഷുക്കണിയുടെ സുഖം, കൈനീട്ടത്തിൻ്റെ സമൃദ്ധി. ഏവർക്കും STVയുടെ വിഷു ആശംസകൾ. ന്യൂസ് ഡെസ്ക് STV. മഹിളാ കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സൗഭാഗ്യവതി ഉദ്ഘാടനം ചെയ്തു. കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യതയെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് നല്ല ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഇനി ഇതിനുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ പ്രചാരണ പ്രകടനങ്ങളുമായിട്ട് UDFൻ്റെ പ്രവർത്തകർക്കൊപ്പം വീട് കയറി സ്ക്വാഡ് തിരിഞ്ഞ് വാർഡ് അടിസ്ഥാനത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ എല്ലാ വരുതികളും തയ്യാറാവണം.
ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷനിൽ UDF ചെയർമാൻ K. ശശിധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ ശിവൻ വീട്ടിക്കുന്ന്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ V. നിഷമോൾ, PR ഗ്രീഷ്മ, രാജി രാമകൃഷ്ണൻ, P. സുജാത, ശ്രീജ വിജയൻ, A. രാധിക, M. അയ്യാവു, ബിജു തടത്തിവിള, E. പ്രകാശൻ, P. രാജേഷ്, MK അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുതിർന്ന CPM നേതാവ് KV രാമകൃഷ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന KV രാമകൃഷ്ണൻ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. അനാരോഗ്യം മൂലം വീട്ടിൽ വിശ്രമത്തിലായിരുന്ന KV രാമകൃഷ്ണൻ ഏറെ നാളായി പൊതുരംഗത്ത് സജീവമായിരുന്നില്ല. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം ശനിയാഴ്ച രാവിലെ 6:30 അന്തരിച്ചത്. മൃതദേഹം CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, MB രാജേഷ് എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. സംസ്കാരം ഞായറാഴ്ച നടക്കും. ഭാര്യ ചന്ദ്രികാദേവി, മക്കൾ KV രാഗിൻ, KV രഥിൻ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിഷു കൈനീട്ടം നൽകി ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റ് വിഷു ആഘോഷം നടത്തി. അർഹരായവർക്കുള്ള പെൻഷനും വിഷുവേളയിൽ നൽകി. ജീവിത പ്രസിഡന്റ് സംയുക്ത അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ സീന, സൗമ്യ എന്നിവർ പങ്കെടുത്തു. കുറേ വർഷങ്ങളായി ഈ ഒരു വിഷു കൈനീട്ടം ജീവിതയിൽ ഒരുക്കാറുണ്ട്. ഏറ്റവും ഫസ്റ്റത്തെ വിഷു കൈനീട്ടം ജീവിത തന്നെ തരുന്നതാണ്. അത് നമുക്കറിയാം. വിഷു തുടങ്ങുന്ന ഒരു വിഷു കൈനീട്ടം എന്നത് പുറമെ ഒരു സ്നേഹത്തിന്റെ ഒരു സംഭാവന കൂടിയാണ് ഈ ജീവിതം നൽകുന്നത്. കനത്ത ചൂടിലും കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങൾ അന്വേഷിച്ചെത്തി ചെമ്മരിയാട്ടിൻ പറ്റങ്ങൾ. എന്നാൽ ഇത്തവണ ആടുകളെ വരവേറ്റത് വരണ്ട നെൽപ്പാടങ്ങളാണ്. മങ്കര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഒരാഴ്ച മുൻപ് 10,000-ഓളം വരുന്ന ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ തീറ്റ തേടിയെത്തിയത്. കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവയെ വിടുന്നത്. തോടുകളും ജലാശയങ്ങളും വറ്റി വരേണ്ടതോടെ വെള്ളം തേടി അലയുകയാണ് ആട്ടിൻകൂട്ടങ്ങൾ. പുഴകൾ പോലും പൂർണ്ണമായും വറ്റി വരേണ്ട അവസ്ഥയാണ്. ആഴമുള്ള ചില ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചെറിയ തോതിലുള്ള ജലമാണ് ചെമ്മരിയാടുകൾക്ക് ഏക ആശ്രയം. കഠിനമായ ചൂടായതോടെ ഇവയെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ആട്ടുടമകൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി MB രാജേഷ്. രാജ്യത്ത് BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ തിരഞ്ഞെടുപ്പ് പോലും ഓർമ്മയായി മാറും. ഒറ്റപ്പാലത്ത് കോഫി വിത്ത് മിനിസ്റ്റർ. ലാഭവിഹിതം സർക്കാരിന് നൽകുന്ന സ്ഥാപനങ്ങളിലെ സാമ്പത്തിക വകമാറ്റൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ അപകടത്തിലാക്കുമെന്ന് KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ P. സരിൻ. LDF സർക്കാർ കടം വാങ്ങി ദൂർത്തടിക്കുന്നു. പാലക്കാട്ട് KSFE ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് തിരുവില്ലാമല സ്വദേശി 26 വയസ്സുള്ള നിതിൻ. അപകടം സേലം സോളാർപേട്ട സ്റ്റേഷന് സമീപം. വാളയാറിൽ അനധികൃതമായി കടത്തിയ 42 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശികളായ 2 പേർ പിടിയിൽ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശ്ശൂരിലേക്ക്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. വിശ്വപ്രസിദ്ധമായ പൂരം ഏപ്രിൽ 19. പൊൻകണിയും കൈനീട്ടവുമായി നാളെ വിഷു. നാട് ആഘോഷ നിറവിൽ. വിഷു തലേന്ന് വിപണിയിൽ ദൃശ്യമായത് അഭൂതപൂർവമായ തിരക്ക്. കേരളത്തിന്റെ കാർഷിക ചക്രം ചലിച്ചു തുടങ്ങുന്നത് വിഷു ആഘോഷത്തോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.